മുണ്ടക്കൽ ചൂരൽമല ദുരന്തബാധിതർക്കായി കഴിഞ്ഞ സർക്കാർ പണിത ടൗൺഷിപ്പിൽ ഇന്ന് 2 പേർ കൂടി താമസത്തിനെത്തുന്നു. മുണ്ടക്കൽ സ്വദേശിയായ ഷൗക്കത്ത്, സോമൻ എന്നിവരാണ് താമസമാക്കുക. നേരത്തെ താമസമാക്കിയ വിജയന്റെ കുടുംബം ഇന്ന് ടൗൺഷിപ്പിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ക്ഷണിച്ച് ഒരു സ്നേഹവിരുന്നും നടത്തുന്നുണ്ട്. ടൗൺഷിപ്പിൽ നിന്നും പി വി ജോഷില കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. ജോഷില, അങ്ങനെ ടൗൺഷിപ്പിൽ ഓരോ കുടുംബങ്ങളായി ഇങ്ങനെ സ്ഥിര താമസത്തിന് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആകെ ഒരു സന്തോഷമാണ് എല്ലാവരിലേക്കും, അല്ലേ? സിന്ധൂരി, ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴൊരു കൂടലുകളുടെ ആഘോഷകാലം എന്ന് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഏറെ സന്തോഷകരമായ അനുഭവം ടൗൺഷിപ്പിൽ നിന്ന് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. ഇന്ന് നമുക്കറിയാം, അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ടൗൺഷിപ്പിൻ്റെ പട്ടയ വിതരണ സമയത്ത് കയറിയ വീടുണ്ട്, ഷൗക്കത്തിൻ്റെ വീട്. ആ ഷൗക്കത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഷൗക്കത്ത് ഇന്ന് വീട് സ്ഥിര താമസമാക്കാൻ പോവുകയാണ്. അതിനുള്ള ആഘോഷ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൂടെ ഇപ്പോൾ ഈ ഫോട്ടോ സെഷനിലുള്ളത് രാവിലെ തന്നെ ടൗൺഷിപ്പ് കാണാനെത്തിയ ആളുകളാണ്. അവർ ഈ കൂടുതൽ അറിഞ്ഞിട്ട് ഇവിടേക്ക് വന്ന് ഈ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, അതിനു മുൻപ് തന്നെ ഈ വീടുകളെക്കുറിച്ചൊക്കെ വലിയ പരാതികളൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ ആ പരാതികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന വ്യാജ പ്രചാരണങ്ങളാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇവിടെ ടൗൺഷിപ്പിൽ താമസമാക്കിയവരുടെയും. അതുപോലെ തന്നെ 178 വീടുകളുടെ താക്കോൽ നൽകുന്നത് ഇന്ന് പൂർത്തിയാവുകയാണ്. എല്ലാവരും ഇന്ന് മുതൽ താമസം തുടങ്ങാൻ പോവുകയുമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ സ്നേഹവിരുന്ന് എന്ന് പറയുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു വിരുന്ന് കൂടി നടക്കും. അന്ന് കഴിഞ്ഞ ദിവസം വീട്ടിൽ താമസമാക്കിയ വിജയേട്ടൻ്റെ വകയാണ് സ്നേഹവിരുന്ന്. എന്നാലും നമുക്ക് ഷൗക്കത്ത് കൂടെയുണ്ട്. ഷൗക്കത്ത് വളരെ സന്തോഷത്തിലാണ്, കാരണം വീട്ടിൽ താമസമാക്കാൻ പോവുകയാണ്. എന്താണ് പറയാനുള്ളത് ഇപ്പോൾ? എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞങ്ങൾ കൂടുകയാണ്. രാവിലെ കയറിക്കൂടി, പുലച്ചക്ക് കയറിക്കൂടി. എന്താ പറയുക, ഞങ്ങളെ സഹായിച്ച ഈ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് മുൻ മുഖ്യമന്ത്രിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും നന്ദി പറയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന ഇന്ന് രാവിലെ വരെ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറയണം. ഞാൻ മതപരമായ ചടങ്ങുകളൊക്കെ രാവിലെ കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് കയറിക്കൂടാം, നമ്മൾ നോക്കാം. അതെ, സിന്ധൂരി, നമുക്ക് വീട്ടിലേക്ക് കയറാം. വീട്ടിലെ എല്ലാ ആളുകളും നിൽക്കുന്നുണ്ട്. എല്ലാ ഫർണിച്ചറുകളൊക്കെ തന്നെ സെറ്റായി കഴിഞ്ഞു. നമുക്കറിയാം, വീട് കൂടൽ മാത്രമല്ല, വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി, ഫർണിച്ചറുകളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി 1 ലക്ഷം രൂപയോളം സർക്കാർ വീണ്ടും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സെറ്റിങ്സ് ഒക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഫ സെറ്റ് അല്ലെ, പുതിയ പണം ഇതിനു വേണ്ടി അലങ്കരിക്കാൻ വേണ്ടി ഇതെല്ലാം സർക്കാരിൻ്റെ മുതലാണ്. എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് 1 ലക്ഷം റുപ്യൻ്റെ ഫർണിച്ചർ വാങ്ങിച്ചു. അത് മൊത്തം ഇതിലുണ്ട്. ഈ വീടും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. വേറൊരു കാര്യം കൂടി, ഈ വീടിന് വിള്ളൽ ഇതൊക്കെ വലിയ പ്രശ്നമായി മാറിയിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താ അവസ്ഥ? അതൊക്കെ അവർക്ക് തന്നെ അറിയാം എന്താ അവസ്ഥ. അങ്ങനത്തെ ഒരു ഇതും ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ അവർ കയറിക്കൂടാൻ നിൽക്കുകയാണ്. എൻ്റെ അനിയനാണ് അത് പറഞ്ഞതല്ലേ? അതെ, പറഞ്ഞത്. അത് എന്താവട്ടെ, അതിൻ്റെ രാഷ്ട്രീയമായിരിക്കും. അതെ, വേറെ ഒരു പ്രശ്നമില്ലാന്ന് എൻ്റെ അറിവ്. ഷൗക്കത്ത്, അതിൻ്റെ പ്രശ്നം എന്നാൽ ഞാനിപ്പോൾ ചോദിക്കാനുള്ള കാരണം, ഞാൻ ഇന്നലെ ഒരു ഫംഗ്ഷന് പോയിരുന്നു ഇവിടെ അടുത്തുള്ള. അപ്പോൾ അവിടെ നിന്ന് ധർമ്മടത്ത് നിന്ന് വന്ന ആളുകൾ എന്നോട് ചോദിച്ചത്, സർക്കാർ കൊടുത്ത വീടുകൾ ഒക്കെ വിണ്ട് കീറിയിട്ടൊക്കെ ഉണ്ടല്ലേ, വലിയ പ്രശ്നം ഉണ്ടല്ലേ എന്നാണ് ചോദിച്ചത്. ഞാൻ അവരോട് വിശദീകരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതേ സംശയം ഒരുപക്ഷെ നമ്മളുടെ പ്രേക്ഷകർക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാവും. കാരണം സാധാരണ സർക്കാരിനെ പണിയുന്ന എല്ലാ കെട്ടിടങ്ങൾക്കൊക്കെ ഇങ്ങനെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പണ്ട് കാലങ്ങളിൽ. അതാണ് ആളുകളുടെ സങ്കല്പത്തിലുള്ളത്. അത് തന്നെയാണോ ഇപ്പോൾ നടന്ന ഈ ടൗൺഷിപ്പ്? അങ്ങനെ തന്നെയാണ്. കാരണം എന്താ പറയുക, ഈ വീട് ഞങ്ങൾക്ക് തന്ന വീടുകൾക്കൊക്കെ 5 വർഷം ഗ്യാരണ്ടിയാണ്. ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. 5 വർഷം എന്തെങ്കിലും ചെറിയൊരു സംഭവം അവിടെ ഒരു വിളിച്ച് അല്ലെങ്കിൽ ഒരു പൊട്ടലോ ഉണ്ടെങ്കിൽ അത് അപ്പോൾ അവിടെ അവർ ശരിയാക്കി തരികയാണ് ഊരാങ്കിലെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. സത്യം പറയുകയാണെങ്കിൽ കുടുംബങ്ങൾ പോയതുള്ള വിഷമമുള്ളൂ. ഇപ്പം ഞങ്ങൾ ഈ കൽപ്പറ്റ ടൗണിൽ തന്നെ നല്ലൊരു വീട് ഞങ്ങൾക്ക് മുൻ സർക്കാർ ചെയ്തു തന്ന് വളരെ സന്തോഷപൂർവ്വം ഞാൻ വീട് ഉഷാറാണ്. വീടുകൾ യാതൊരു കുഴപ്പമില്ല. എല്ലാവരും വന്ന് എൻ്റെ അവിടെ നിന്നും എൻ്റെ ഭാര്യ വീട്ടുകാരൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. വീട് ഉഷാറാണ്. ഈ 14 ജില്ലകളിൽ നിന്ന് ആൾ വരുന്നുണ്ട്.
വന്ന് നോക്കുന്നുണ്ട്, വീടിന് യാതൊരു കുഴപ്പമില്ല, ഉഷാറാണല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. വളരെ ഞങ്ങൾ ഹാപ്പിയാണ് എന്തായാലും. ഉമ്മ പറയുന്നുണ്ടോ? വീട്ടിൽ കൂടെ എന്താണ് ഇപ്പൊ പറയാൻ? ഞങ്ങൾ ആദ്യമായിട്ട് കാണാം. അല്ല, അന്ന് TV കണ്ടിട്ടുണ്ട്. അത് ശരി. എന്താ ഇപ്പൊ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? സന്തോഷമാണ് വീട് കിട്ടിയാല്. വീടൊക്കെ എങ്ങനെ? വീടൊക്കെ അടിപൊളി ഉഷാറാ. അടുക്കളയെ കുറിച്ചൊക്കെ എന്താ? അടുക്കളയൊക്കെ നല്ല ഉഷാറാ. നല്ല സന്തോഷം. സിന്ധുവിന് ഇതാണ് ഇവിടുത്തെ കാഴ്ച. ആളുകൾ പുറത്തു നിന്നൊക്കെയുള്ള ബന്ധുക്കളാണ്, അലിയനാണല്ലേ. എന്താ പറയാനുള്ളത്? നല്ല സന്തോഷമായിട്ടുണ്ട്. പിണറായി സർക്കാരിന് നന്ദി പറയുന്നു. വരാറിന്റെ BD സർക്കാരിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും അത്തരം പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ് സിന്ധൂരി. അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിനോട് നന്ദി പറയുന്നതോടൊപ്പം പുതിയ സർക്കാർ അതേ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ് കുടുംബം. എന്തായാലും വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ടൗൺഷിപ്പ് കടന്നു പോകുന്നത്. ആ പഴയ ദുരന്ത കാഴ്ചകളിൽ നിന്നും ദുരിത കാഴ്ചകളിൽ നിന്നും അവർക്ക് മോചനം നേടാൻ പോകുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ് സിന്ധൂരി. അതെ, ജോഷ്ല പറഞ്ഞതുപോലെ തന്നെ അവിടെ ഓരോരുത്തരുടെയും മുഖത്ത് നമുക്ക് കാണുന്ന ആ ഒരു സന്തോഷവും സംതൃപ്തിയും തന്നെയാണ് ഈ കഴിഞ്ഞു പോയ പിണറായി സർക്കാരിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നതും. അവിടെ അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ സർക്കാർ നൽകിയതാണ്. അങ്ങനെ ഓരോന്നും അവർ എടുത്തെടുത്ത് പറയുമ്പോൾ അവിടുത്തെ ഈ വയനാട് ദുരന്തബാധിതരായ ജനങ്ങളെ ഇടത് സർക്കാർ ഏത് തരത്തിലാണ് പരിഗണിച്ചത്, അത് ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചതുകൊണ്ടല്ല, വളരെ കൃത്യമായ തരത്തിൽ അവർ ഉത്തരവാദിത്വം ആ സർക്കാർ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന കാര്യമാണ് നമുക്ക് എന്തായാലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.